വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ക്രിയേഷൻസ് പെയ്ത. ഇന്ന് നമുക്ക് തക്കാളി രസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം രണ്ടോ മൂന്നോ തക്കാളി എടുക്കുക. ഞാൻ ഇവിടെ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഈ തക്കാളി ശരിക്കും മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ പോവാണ്. വെള്ളം ചേർത്ത് അരച്ചെടുത്തു. ഇത് ഞാനൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച രസക്കൂട്ടാണ്. ഈ രസക്കൂട്ട് ഈ അരച്ചു വെച്ച തക്കാളിയിലേക്ക് ആഡ് ചെയ്യാണ്. മുളക് 8-10 വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഇത്രയും അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ച് ഒതുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില, കുറച്ച് കായപ്പൊടി, ഇനി 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അടുപ്പത്ത് വെച്ച്. രസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും മല്ലിയിലയുടെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് വളരെയധികം വയറിനും ഒക്കെ ഗുണം ചെയ്യുന്നതാണ്. രസം കൂട്ടി ഊണ് കഴിച്ചാൽ എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഈ കൊറോണ പോലെയുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും ഒക്കെ ശരീരത്ത് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം നിത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. സമയത്ത് ഉപ്പ് ഒന്നുകൂടെ നോക്കുക. പുളി വേണമെന്നുള്ളവർക്ക് കുറച്ച് വാളംപൊടി ഇട്ട് കൊടുക്കുക. ഞാൻ 2 തക്കാളി ഇട്ടത് കൊണ്ട് എനിക്ക് പുളിയുടെ ആവശ്യം വരുന്നില്ല. പുളി പിന്നെ അധികം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഉപ്പൊക്കെ കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് കടുക് വറുത്ത് ഉപയോഗിക്കാം. ഇനി ചട്ടി ഞാൻ മാറ്റി വെച്ചിട്ട് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുവാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാൻ പോവാണ്. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ 4 വറ്റൽമുളക് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. രസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.